നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഈവനിങ് റൂട്ടീൻ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ Q&A വീഡിയോ ട്രെൻഡിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. 3 ദിവസം ട്രെൻഡിങ്ങിൽ കിടന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം 15-ലായിരുന്നു ആദ്യം വന്നിരുന്നത്, പിന്നെ 14-ൽ കയറി. ഈ ട്രെൻഡിങ്ങിൽ കയറാന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പ്രത്യേകിച്ചും അന്നത്തെ ദിവസം കൃഷ്ണകുമാർ ഫാമിലിയുടെ വീഡിയോസ് ആയിരുന്നു ട്രെൻഡിങ്ങിൽ, വ്ളോഗ് ചാനലുകളിൽ കടന്നിരുന്നത്. പിന്നെ കുറച്ച് സിനിമയുടെ റിവ്യൂസ്, പ്രമോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ ട്രെൻഡിങ്ങിൽ വന്നപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അതിൻ്റെ ഒരു കുട്ടി ചെലവ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള 2 ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ആ ഒരു Q&A വീഡിയോ ഞാൻ ട്രെൻഡിങ്ങിൽ കയറുന്നു, ഇത്രയധികം ആൾക്കാർ സ്വീകരിക്കും എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുമ്പം എനിക്കിങ്ങനെ ഭയങ്കര വീർപ്പുമുട്ടൽ തോന്നുകയെന്ന് പറയില്ലേ. ചില ചോദ്യങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വരാറുണ്ട്. കുറേയൊക്കെ ഞാൻ അവഗണിച്ചിടും, ചിലപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യും. കാരണം ഒന്നുകൂടെ എനിക്ക് കാണുമ്പം എനിക്ക് വിഷമമാവണ ക്വസ്റ്റ്യൻസ് വരുമ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ കുറേ അധികം ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഞാൻ എന്തെങ്കിലും ആവട്ടെ പറയാം എന്ന് കരുതിയിട്ട് ആ വീഡിയോ ചെയ്ത് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞിട്ടും ഒത്തിരി അതിൻ്റെ ഭൂകമ്പങ്ങളൊക്കെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ അത് ഈ വീഡിയോ ചെയ്തതിൻ്റെ അല്ല, അതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോഴും നല്ല രീതിയിൽ കുറ്റപ്പെടുത്തലുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനാണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. പൊന്നുൻ്റെ ഹസ്ബൻഡും കുട്ടിയും കൂടിയിട്ട് അവർ രാജസ്ഥാനിൽ പോയി. അപ്പം ഇനിയിപ്പോൾ കുറച്ച് കാലം ഇനി അവരവിടെ ആയിരിക്കും. അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് ഞാൻ വീട്ടിൽ പോയപ്പോൾ ആണ് ഈ വിവരങ്ങളൊക്കെ സംസാരിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തേ. ഞാൻ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം എടുത്തൊരു തീരുമാനമല്ല ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതൊരു സൗന്ദര്യ പിണക്കത്തിൻ്റെ മുകളിൽ സംഭവിച്ച കാര്യമല്ല. കുറേ വർഷങ്ങളായിട്ട് പലയിടത്തുനിന്നും കിട്ടിയ അനുഭവങ്ങൾ നമ്മളെങ്ങനെ നമ്മുടെ മനസ്സ് പാകപ്പെട്ട് അവസാനം മതിയെന്ന് തോന്നുന്ന ഒരു നിമിഷത്തിലായിരിക്കും പലരും ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുഞ്ഞ് സൗന്ദര്യ പിണക്കത്തിൻ്റെ മുകളിൽ ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാൻ വെച്ചാൽ എനിക്ക് അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ വിഷമങ്ങളൊന്നും ആരോടും പറയാറില്ല. ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളോ സങ്കടങ്ങളോ കുറ്റപ്പെടുത്തലുകളോ പീഡനങ്ങളോ ഒന്നും ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല. നമ്മളങ്ങനെ പറഞ്ഞു നടക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ എല്ലാം സഹിച്ചു പിടിച്ച് നടക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയണ പോലെ അങ്ങനെ ഒരു സമയം വന്നു. ഇതാണ് അതിൻ്റെ സമയം. ഈ സമയത്ത് ഞാനിത് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ കടന്നു പോകുമെന്ന് തോന്നിയ ഒരു സിറ്റുവേഷനിലാണ് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം എടുത്തത്. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു തമാശയ്ക്കാണ് അവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതെന്ന്. അങ്ങനെ അവർ അച്ഛനോട് പറഞ്ഞു അത്രേ. തമാശയ്ക്കൊക്കെ എങ്ങനെയാണ് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടൊക്കെ പറയുക. ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടത് 6 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടതാണ്. 6 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ അവരുടെ വോയിസ് കേട്ടതാണ്. അവരിറങ്ങി പോകാൻ വേണ്ടി പറയുന്ന വോയിസ് ക്ലിയറായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഭാഗത്ത് 6 ലക്ഷം ആൾക്കാർ ആ വീഡിയോ കണ്ടു. കുറേ അധികം ആളുകൾ ആ വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അവർക്കും കുറേയധികം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒരു 90% ആൾക്കാർ ആ വീഡിയോ കേട്ട് ആ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാണ് ഉണ്ടായത്. പിന്നെ 10% ആൾക്കാർ ഒന്നും അറിയാതെ എന്തെങ്കിലും പറയുന്നവരായിരിക്കും. നമ്മൾ അനുഭവിക്കാത്ത, നമ്മൾ കാണാത്ത, നമ്മൾ നേരിടാത്ത ലൈഫ് എന്ന് പറയുന്നത് അത് വേറെ ഒരാളുടെ ജീവിതമാണ്. നമുക്ക് ഒരിക്കലും അവരെന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാൻ അനുഭവിച്ച ലൈഫ് എന്ന് പറയുന്നത് അതെൻ്റെ മാത്രമാണ്. അതിൻ്റെ ദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം അനുഭവിച്ച് ഞാൻ മാത്രമാണ്. വേറെ ആർക്കും അതിൽ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാണാത്ത ജീവിതത്തിനെ പറ്റി നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. എൻ്റെ ലൈഫ് എനിക്കേ അറിയുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ കണ്ണും ചെവിയും എന്ന് പറയുന്നത് ഉണ്ണിയാണ്. അവൻ വലിയ കുട്ടിയായതുകൊണ്ട് കുറേയൊക്കെ ഞാൻ അനുഭവിച്ച അതേ രീതിയിൽ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അവനും.
അപ്പം നമുക്ക് ദൈവമുണ്ട് നമ്മുടെ സാക്ഷി എന്ന് പറയില്ലേ, അപ്പം അതേപോലെ ഉണ്ണിയും ഒരു സാക്ഷിയാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക്. അച്ചു കുഞ്ഞു കുട്ടിയായതുകൊണ്ട് പല കാര്യങ്ങളും അച്ഛൻ്റെ ഓർമ്മയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവനതൊക്കെ മനസ്സിലെടുക്കുകയുള്ളൂ. പക്ഷേ എനിക്കെപ്പോഴും ഒരു ധൈര്യമുണ്ട്. ഉണ്ണി എന്ന് പറയുന്ന ആ ഒരു കുട്ടി അവൻ്റെ അമ്മയെ കണ്ടു വളർന്നിട്ടുള്ളതാണ്, അമ്മ എന്താണെന്നുള്ളത് കണ്ടു വളർന്നിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വെള്ളം പോലെയാണെന്ന് ഞാൻ പറയും എൻ്റെ മക്കളുടെ മുമ്പിൽ. കാരണം എനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. വെള്ളത്തിൽ നമ്മൾ എന്തിട്ടാലും അത് തെളിഞ്ഞു കാണും. അതേപോലെയാണ് ഞാൻ എൻ്റെ ജീവിതം മക്കളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കുറ്റപ്പെടുത്തലുകൾ, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെ പറ്റിയിട്ട് ഇപ്പോഴും പരാതികൾ, എല്ലാം സഹിച്ച് എല്ലാം കഴിഞ്ഞ് എല്ലാ ബാധ്യതകളും വിഷമങ്ങളും കടങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം ഒറ്റയ്ക്ക് തോളിലേറ്റി ജീവിതത്തിൽ എന്തും നേരിടാന്ന് വെച്ചിട്ട് ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെട്ടിട്ടും വീണ്ടും അവരെ പിന്നെന്ന് കുത്താന്ന് പറയില്ലേ, അതേ ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും തളരില്ല കേട്ടോ. ഞാൻ അങ്ങനെ എന്തും കേട്ടാൽ തളർന്നു വീണ ആളാണെന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇപ്പോഴും പിറകു നിന്ന് കുത്താൻ വേണ്ടി നോക്കണേ. പക്ഷെ ആരെന്ത് വിചാരിച്ചാലും നടക്കില്ല. കാരണം അസാധ്യ ധൈര്യമാണ് എനിക്ക്. ഞാൻ അന്ന് കാണിച്ചിട്ടുള്ള ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതിന് ശേഷം ഉണ്ടാവണ എന്തും നേരിടാൻ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. പിന്നെ വിഷമം എന്താണെന്നറിയോ, നമ്മളെ മനസ്സിലാക്കണം, നമ്മളെ കൂടെ നിൽക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കുക, അവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുക. അപ്പം ഞാൻ വിചാരിക്കും എന്തിനാ അപ്പോൾ അത് അച്ഛനതൊക്കെ കേൾക്കാൻ നിൽക്കണേ, അവരോട് എന്തിനാ സംസാരിക്കാൻ നിൽക്കണേ. ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ആരെങ്കിലും ദ്രോഹം ചെയ്തു എന്ന് ഞാനതിൻ്റെ തെളിവെടുക്കുകയെ സാക്ഷിനെ നിരത്തുക ഒന്നും ആവശ്യമില്ല. എൻ്റെ കുട്ടി എന്നോട് വന്നിട്ട് അമ്മേ എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവരെടുത്തുന്നൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ പല്ലും നഖവും കൊണ്ട് എതിർക്കും അതിനെ. എനിക്ക് എൻ്റെ കുട്ടീനെ ഞാൻ ചേർത്ത് പിടിക്കും. പക്ഷെ അച്ഛൻ എന്താ അത് ചെയ്യാത്തതെന്ന് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ കേട്ടോ. അച്ഛൻ എന്തിനാ ഇവരൊക്കെ ഇത് പറയുന്നത് കേൾക്കാൻ നിൽക്കണേ, അച്ഛന് നല്ല മറുപടി കൊടുത്തുകൂടെയെന്ന് എനിക്ക് തോന്നും. പക്ഷെ എൻ്റെ അച്ഛൻ അങ്ങനത്തെ ആളാണ്. അച്ഛൻ ആരെയും തല്ലൂടാനും ആരോടും അങ്ങനത്തെ എന്താ പറയുക വഴക്കൂടാനും ഒന്നും നിൽക്കില്ല. പരമാവധി എല്ലാവരോടും ഒരേ രീതിയിൽ, അതായത് എല്ലാവരോടും ഒരേ രീതിയിൽ, ആരോടും അമിതമായ ദേഷ്യമോ അമിതമായ സ്നേഹമോ ഒന്നും കാണിക്കാത്തൊരു മനുഷ്യനാട്ടോ. ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് അച്ഛൻ എന്താ റോബോട്ടാണോ എന്ന്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ആളുകളോട് പെരുമാറാൻ പറ്റണേന്ന്. കാരണം നമ്മളെ ഉപദ്രവിച്ചവരോടൊക്കെ നമുക്ക് എങ്ങനെയാണ് സ്നേഹത്തോടു കൂടി പെരുമാറാൻ പറ്റുക. പക്ഷെ എൻ്റെ അച്ഛന് പറ്റൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചില കാര്യങ്ങൾ നമ്മളെല്ലാം കഴിഞ്ഞു അവസാനിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാലും നമ്മുടെ പിന്നിൽ ഇങ്ങനെ അത് വന്നുകൊണ്ടിരിക്കും. ആരോപണങ്ങൾ, പിന്നെ പ്രത്യാഘാതങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ കണ്ടില്ലേ, ആ ഒരു വീഡിയോ ട്രെൻഡിങ്ങിലായ സന്തോഷത്തിന് ഞാൻ ഇന്ന് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി. കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ഞാൻ എന്നും സ്ഥിരം ഉണ്ടാക്കുന്ന ചോറും കറി അല്ലാതെ കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി. പിന്നെ കുറച്ച് ചെടികളൊക്കെ നമ്മളെ ഗാർഡൻ എന്ന് പറയണമെന്നില്ല, നമ്മളെ ബാൽക്കണിയിൽ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതിനെയൊക്കെ പരിപാലിച്ച് എനിക്ക് പുതിയ കുറച്ച് കളക്ഷൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫുഡ് ഉണ്ടാക്കുക, കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്ന് വെക്കുക. പിന്നെ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, അത് ആ വഴിക്ക് പൊക്കോട്ടെ. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പൂച്ചക്കുട്ടികളെ എന്താ വീഡിയോയിൽ കാണിക്കാത്തതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടാവും. എനിക്ക് സുഖമില്ലാതെ ആയതിനു ശേഷം അവർ ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവർക്ക് ഒരു വർക്ക് ഏരിയ പോലെ ഒരു സൈഡ് ഫുള്ള് ഗ്രില്ലായിട്ടും പിന്നെ അടച്ചിട്ടിരിക്കുന്ന ഒരു ഇതിനകത്താണ് അവരിയ്ക്കുന്നത്. വർക്ക് ഏരിയയാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ വർക്ക് ഏരിയയിൽ. അവരവിടെയാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ കേട്ടോ. അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ അവിടെയാണ്. അവരതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പെരുമാറുന്ന സ്ഥലത്തേക്ക് അധികം കയറ്റാറില്ല. എനിക്ക് അസുഖമായിട്ട് ഒരുപാട് ദിവസം ഞാൻ അതിൻ്റെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ട് ഒത്തിരി വയ്യാണ്ടായി. എപ്പോഴും കുഞ്ഞൊരു പൊടി തട്ടുമ്പോഴേക്കും ഞാൻ തുമ്മാനും ഈ ശ്വാസം എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വീണ്ടും മെഡിക്കൽ കോളേജിൽ പോകണം, ഡോക്ടറെ വീണ്ടും കാണണം എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കണേ. ഞാൻ മുന്നേ ഒരു 2023 തോന്നുന്നു ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ പോയതൊക്കെ. പിന്നെ എനിക്ക് നല്ലോണം മാറിയിട്ടുണ്ടായിരുന്നു.
അപ്പം അതുകൊണ്ട് ഞാൻ അവരേനെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അവരേനെ അങ്ങനെ തുറന്നു വിട്ട് അവരിങ്ങനെ തല്ലുകൂടുമല്ലോ എപ്പോഴും. ഒരു പൂച്ചയാണെന്നെങ്കിൽ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് കിടക്കും. ഇതെപ്പോഴും അവരിങ്ങനെ ഓടിക്കളിച്ച് തല്ലുകൂടി. അപ്പം അത്രയും അവരുടെ രോമം അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുക. അപ്പം അവർ പെരുമാറുന്ന സ്ഥലത്ത് മാത്രമാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇതെല്ലായിടത്തും ആവുമ്പം ഞാൻ അത്രയും ഭാഗം ക്ലീൻ ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവരെ ഇങ്ങനെ തുറന്നു വിടുന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് തുറന്നു വിടാത്ത അതുകൊണ്ടാണ്. പിന്നെ ഒക്കേറ്റിന് മേൽ നല്ല ചളിയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ച ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ചുവാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അവരുടെ മേലൊക്കെ ചളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സർവീസ് ചെയ്ത് എടുക്കണം. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരെ കുളിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പം എല്ലാം കഴിഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയിട്ട് വീഡിയോൻ്റെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ. അപ്പം എൻ്റെ അസുഖം മാറി അവരെയൊക്കെ നന്നായി കുളിപ്പിച്ച് അവരുടെ രോമൊക്കെ കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും പെറ്റ് ഷോപ്പിൽ പോയിട്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അതാണ് അവരെ വീഡിയോയിൽ അധികം കാണിക്കാത്ത കേട്ടോ. ഇങ്ങനെ എല്ലാവരും പൂച്ചയുടെ വയ്ക്കുമ്പോൾ ഞാനൊരു വീഡിയോയിൽ കാണിക്കും. അപ്പം അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം എനിക്ക് പേടിച്ചിട്ടാണ് ഇത് അവരെ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് കുറേ നേരം ഞാനിങ്ങനെ തുറന്നു വിട്ട് അവരെല്ലാ റൂമിലും കയറി കളിക്കും. അപ്പം അത്രയും ഭാഗത്ത് അവരുടെ രോമം ഇങ്ങനെ ചുമരിൻ്റെ മുകളിലും ജനലിൻ്റെ മുകളിലും ഒക്കെ രോമം പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. പിന്നെ അത് ക്ലീൻ ചെയ്യുമ്പോൾ കുഞ്ഞി പൊടി മൂക്കി കയറിയാൽ ഞാൻ തുടങ്ങും തുമ്മൽ. അപ്പം എനിക്ക് അത്രയും ഭയങ്കര പേടിയാണ്. അപ്പം അതാണ് പൂച്ചക്കുട്ടികളുടെ കാര്യം കേട്ടോ. ഇന്നത്തെ വീഡിയോയിലും ഒത്തിരി പരാതിപ്പെട്ട് തുറക്കുമായിരുന്നു. കാര്യമാക്കണ്ട. ചില വിഷമങ്ങൾ ഉള്ളിൽ കെടുക്കുമ്പം ഞാൻ വിചാരിക്കുമ്പോൾ അത് പുറത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വിഷമങ്ങൾ മാറുന്നു. അപ്പോൾ ഉള്ളിൽ വിഷമം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം എല്ലാവരും കേൾക്കാൻ എനിക്ക് എത്ര ആൾക്കാരാണ്. അതൊരു ഭാഗ്യമാണ്. നമ്മുടെ വിഷമങ്ങളും പരാതികളൊക്കെ കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് അത് കേൾക്കാൻ സമയം ഉണ്ടാവില്ല. പക്ഷേ എന്നെ കേൾക്കാൻ എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ കുക്ക് ചെയ്തതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല അല്ലേ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ 2 എണ്ണം കുക്ക് ചെയ്യണേ. ക്രീം വെച്ചിട്ടുള്ള സൂപ്പായിരുന്നു ഞാൻ ആദ്യം ഉണ്ടാക്കിയ കേട്ടോ. അതും ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കിയിട്ട് അതേപോലെ പകർത്തിയതാണ്. അതുകൊണ്ടാണ് ഞാനിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും പറയാത്തത്. കാരണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുകയാണ്. ഞാനത് മുന്നേ കഴിച്ചിട്ടുണ്ട് ആ ഒരു സൂപ്പ്. അപ്പോൾ എനിക്ക് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രഷ് ക്രീം വെച്ചുണ്ടാക്കിയൊരു സൂപ്പാട്ടോ. അപ്പം അത് വീട്ടിലുണ്ടാക്കണം, കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മുകളിലാണ് ഞാൻ ആ സൂപ്പ് തന്നെ ഇന്ന് കുട്ടികൾക്ക് ആക്കി കൊടുത്തത്. അതേപോലെ ഇത് ഹവൈയൻ ചിക്കൻ സാലഡാണ് കേട്ടോ. ഇതും ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കഴിക്കണം, ഉണ്ടാക്കണം എന്നൊക്കെ തോന്നി. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വ്യത്യാസമായിട്ട്, എപ്പോഴും ഞാൻ ചോറും കറിയും ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളല്ലേ. അപ്പോൾ ഇതൊക്കെ ശരീരത്തിന് വളരെ നല്ലതല്ലേ. അപ്പം നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് ഈ പച്ചയ്ക്ക് വെജിറ്റബിൾസ് കഴിക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഇഷ്ടാട്ടോ. അപ്പം ഞാൻ കഴിക്കുന്നുണ്ട്. ചില ശീലങ്ങൾ മാറ്റണം, ചില പുതിയ ശീലങ്ങൾ കൊണ്ടുവരണം. നമ്മൾക്ക് പ്രായമായിട്ട് വരികയാണ്. നമ്മളുടെ ശരീരം ശ്രദ്ധിക്കണം, നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കണം. വേറെ ആരും സ്നേഹിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാണ്ട് സ്വന്തമായിട്ട് സ്നേഹിക്കണം. അപ്പോൾ ഞാനും എന്നെ സ്നേഹിക്കുകയാണ്. ഭക്ഷണമൊക്കെ നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഒരുപാട് പേര് ആ വീഡിയോയിൽ സ്വന്തം അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്വന്തമായിട്ട് നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നാലേ മറ്റുള്ളവർ നമ്മളെ പരിഗണിക്കുള്ളൂ. നമ്മൾ സ്വയം നമുക്ക് വിലയില്ലാത്തവരാണെന്ന് ചിന്തിക്കുന്നവരും കാണുന്നവരും നമ്മളെ അങ്ങനെ തന്നെ വിലയിരുത്താൻ തുടങ്ങും. അപ്പോൾ സ്വന്തമായിട്ട് സ്നേഹിക്കുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. തെറ്റാ.